ഖനന അഴിമതി കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഇന്ന് ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും. റാഞ്ചിയിലെ ഔദ്യോഗിക വസതിയിൽ വെച്ചായിരിക്കും ചോദ്യം ചെയ്യൽ. ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും എന്നത് ബിജെപിയുടെ കുപ്രചാരണം ആണെന്ന് ജെഎംഎം ആരോപിച്ചു. ആർ രാധാകൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആർക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹേമന്ത് സോറൻ ഒളിവിലായിരുന്നു എന്നായിരുന്നു ഇഡി വാദം. എന്നാൽ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാവുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഹേമന്ത് സോറൻ ഇന്നായിരിക്കും ഇഡിയുടെ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് ഹാജരാവുക. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള തീരുമാനം മുഖ്യമന്ത്രി പദം രാജിവെക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ജെഎംഎം ഇന്നലെ രാത്രി നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം വ്യക്തമാക്കിയത്. ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഭാര്യ കൽപ്പന സോറനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ജെഎംഎമ്മിൽ ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ അഴിമതി കേസ് ആയതുകൊണ്ട് തന്നെ ഗവർണർ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആശങ്ക ജെഎംഎമ്മിൽ രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സോറൻ രാജിവെക്കുകയും കൽപ്പനയെ നിയമസഭാ മുഖ്യമന്ത്രി പദം ഏൽക്കാനായി ഗവർണർ ക്ഷണിക്കുകയും ചെയ്തില്ലെങ്കിൽ അത് ജെഎംഎമ്മിൽ തന്നെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഈ നവംബറിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിയതിനു ശേഷം രാജി എന്ന നിലപാടാണ് ഇപ്പോൾ ജെഎംഎം സ്വീകരിച്ചിരിക്കുന്നത്. ഈ രാജി അടക്കമുള്ള കാര്യങ്ങൾ കുപ്രചരണമാണ്, ബിജെപിയുടെ കുപ്രചരണമാണ് എന്ന നിലപാടാണ് ജെഎംഎം സ്വീകരിക്കുന്നത്. ഏതായാലും ഇന്ന് ഹേമന്ത് സോറൻ ഇഡിക്ക് മുന്നിൽ ഹാജരാകും. അദ്ദേഹത്തിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമോ ഇഡി എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത ഇനിയും ഉണ്ടായിട്ടില്ല. വാർത്തയുടെ വിശദാംശങ്ങളാണ് ആർ രാധാകൃഷ്ണൻ നൽകിയത്.